വെൽക്കം സ്റ്റുഡൻസ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1 ചാപ്റ്റർ 7ലെ എഡ്യൂക്കേഷൻ എന്ന ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ, ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂംസ്. ഡോക്ടർ DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണെന്നാണ് ഡോക്ടർ DS കോത്താരി അഭിപ്രായപ്പെട്ടത്. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. The observation of Dr. DS Kothari cited the importance of education. He was appointed as the chairman of the Commission for the Comprehensive Study of Education in Independent India. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സമഗ്രമായ വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷൻ തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ചെയ്തത് ഡോക്ടർ DS കോത്താരിയാണ്. Recognizing the importance of education in nation building, our national leaders framed indigenous education policies suitable to Indian context. The government appointed various commissions to study Indian education and to submit recommendations. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. താഴെ നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്നും അവ നമുക്ക് മനസ്സിലാക്കാം. Now let us study about the commissions, their objectives and recommendations. First is Dr. Radhakrishnan Commission. Its objective was to study university education. രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതിൻ്റെ റെക്കമെൻഡേഷൻസ്, ശുപാർശകൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് സ്റ്റാർട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഗീവ് എംഫസിസ് ടു വുമൺ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ഫോം ദി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, UGC ഫോം ചെയ്യുക, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് കമ്മീഷൻ ഈസ് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ 1952. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് വാസ് ടു സ്റ്റഡി സെക്കൻഡറി എഡ്യൂക്കേഷൻ. അത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു. ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 1952. അതിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇംപ്ലിമെൻ്റ് 3 ലാംഗ്വേജ് ഫോർമുല, അതായത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, 3 ഭാഷകൾ പഠിക്കുന്ന പദ്ധതി. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക. പിന്നീട് എസ്റ്റാബ്ലിഷ് മൾട്ടി പർപ്പസ് സ്കൂൾസ്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. അടുത്തത് ഫോം എ കൗൺസിൽ ഫോർ ടീച്ചർ ട്രെയിനിങ്, അപ്പോൾ ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടി, അധ്യാപക പരിശീലനത്തിന് വേണ്ടി ഒരു സമിതി രൂപീകരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് കോത്താരി കമ്മീഷൻ 1964 ടു പ്രപ്പോസ് എ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ്. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള ഒരു നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് 10+2+3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് 10ാം ക്ലാസ് +2 പിന്നെ ഡിഗ്രി മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, അതായത് സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ വാല്യൂ എഡ്യൂക്കേഷനാണ് തേർഡ് പോയിന്റ്, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. Then national policy on education was formulated in 1986 with an objective to prepare India to face the challenges of the new millennium. 1986 ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിക്കപ്പെട്ടു. പുതിയ സഹസ്രാബ്ദത്തിലേക്ക്, മില്ലേനിയത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. അങ്ങനെ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. എക്സാമിന് മിക്കവാറും ചോദിക്കുന്നതാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. വാട്ട് ആർ ദി മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് ദി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 എന്നായിരിക്കും ചോദ്യം വരിക. ഫസ്റ്റ് വൺ ഇസ് ഫോക്കസിങ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഒന്നാമത്തെ പോയിന്റ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം
നൽകണം. രണ്ടാമത്തെ പോയിന്റ്, ലോഞ്ചിങ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം ടു യൂണിവേഴ്സലൈസ് പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ടു ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഇൻ സ്കൂൾസ്. അതായത് പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം എന്നിവയാണ്. മൂന്നാമത്തെ പോയിന്റ്, സ്റ്റാർട്ടിംഗ് നവോദയ വിദ്യാലയാസ് ഇൻ എവറി ഡിസ്ട്രിക്റ്റ്. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. എൻകറേജിങ് ഗേൾസ് എഡ്യൂക്കേഷൻ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇവയൊക്കെയായിരുന്നു 1886 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് സുപ്രധാന പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കപ്പെടുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി ആ പാരഗ്രാഫ് നിങ്ങൾ. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. New economic policy on education paved the way for remarkable changes in education. In 2009, Government of India enacted a law by which education became a fundamental right. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് ഒരു നിയമം പാസാക്കി. Then സർവ ശിക്ഷാ അഭിയാൻ, that is SSA, and RMSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, introduced by Union government, are joined together and implemented as a സമഗ്ര ശിക്ഷാ അഭിയാൻ on 2018 onwards. മനസ്സിലാക്കി വെച്ചാൽ മതി. SSAയും RMSAയും സംയോജിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. Next is cultural achievements after independence. Free India made tremendous progress in the field of കൾച്ചർ. സാംസ്കാരിക മേഖലയിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ വൻ പുരോഗതി ഉണ്ടായി. ഇതൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ. ഇന്ത്യ ഹാസ് എ യുണീക്ക് ട്രഡീഷണൽ കൾച്ചറൽ ട്രഡീഷൻ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യശേഷം ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. മെനി കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊമോട്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. അപ്പം ഇന്ത്യക്ക് അതിൻ്റെ തനതായ ഒരു സംസ്കാരം തന്നെ ഉണ്ട്. Let us see the cultural institutions which are established to promote cultural activities in India and abroad. First institution is സംഗീത നാടക അക്കാഡമി. ആദ്യത്തേതെന്ന് പറയുന്നത് സംഗീത നാടക അക്കാഡമിയാണ്. അതിൻ്റെ ആക്ടിവിറ്റീസ് formerly known as National Academy of Dance, Drama and Music, Promotion of Drama and Music. ആദ്യമേ അറിയപ്പെട്ടിരുന്നത് ദി നാഷണൽ അക്കാഡമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമായിരുന്നു ആണ് ലക്ഷ്യം. ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ് വൺ ഈസ് ലളിത കലാ അക്കാദമി, പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ആർട്സ് ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ്. ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. മൂന്നാമത്തെ പറയുന്നത് സാഹിത്യ അക്കാദമി. അതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ്. അപ്പം ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനമാണ് ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. അതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി സംഗീത നാടക അക്കാഡമി. സംഗീത നാടക അക്കാഡമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തി വരുന്നു. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി തന്നെയാണ്. ഇറ്റ്സ് കണ്ടക്ട്സ് നാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽസ് എവറി ഇയർ. ദെൻ ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രവർത്തനം. ടു പ്രൊമോട്ട് ഇന്ത്യൻ ബുക്സ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. അതിൻ്റെ ആസ്ഥാനവും ന്യൂഡൽഹി തന്നെയാണ്. ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. നെക്സ്റ്റ് വി ഹാവ് ടു ലേൺ അബൌട്ട് ഈസ് ദി ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ. Our objective is peaceful coexistence, ensuring freedom and welfare of all people in the world.
and I remind the world that we are not to create problems for anyone. Jawaharlal Nehru in a public speech in 1947. നമുക്കിനി പഠിക്കാനുള്ളത് ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കുറച്ച് വാക്കുകൾ 1947 ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്ന് ലോകരാജ്യങ്ങളോട് ഉണർത്താനാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. The words of Jawaharlal Nehru reflects India's approach to other nations. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളിൽ തന്നെ വിദേശ രാജ്യത്തോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാണ്. Free India adopted the foreign policy framed by the Indian National Congress during the struggle for independence. Jawaharlal Nehru is the chief architect of the foreign policy of India. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഇതിൽ 5 എണ്ണമെങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പാണ്. സെക്കൻഡ് പോയിന്റ് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് റേസിസം, അപ്പോൾ വംശീയവാദത്തോടുള്ള വിദ്വേഷം. ട്രസ്റ്റ് ഇൻ ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്, പഞ്ചശീല തത്വങ്ങൾ. പിന്നീട് വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നലാണ് അടുത്ത പോയിന്റ്. എംഫസിസ് ഓൺ ദ നെസസിറ്റി ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്. ലാസ്റ്റ് പോയിന്റ് ഈസ് പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്, ചേരിചേരായ്മയാണ് ലാസ്റ്റ് പോയിന്റ്. ചേരിചേരായ്മ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അടുത്തത് പഞ്ചശീല പ്രിൻസിപ്പിൾസ് ആണ്. എന്താണെന്ന് നോക്കാം. ദ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ആർ ദി എഗ്രിമെൻറ്റ് സൈൻഡ് ബൈ ഇന്ത്യ ആൻഡ് ചൈന ഇൻ 1954. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണിത്. This agreement was signed by Jawaharlal Nehru and Zhou Enlai, the then Prime Minister of China. Even though Panchasheel agreement was signed with China, India's approach to all other nations was also based on these principles. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെ ആയിരുന്നു. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതും നിങ്ങൾ കാണാതെ പഠിക്കണം. മ്യൂച്വൽ റെസ്പെക്റ്റ് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. മ്യൂച്വൽ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാതെ ഇരിക്കുക. മ്യൂച്വൽ നോൺ ഇൻ്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫെയർ, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതെ ഇരിക്കുക. അടുത്ത പോയിന്റ് ഇക്വാലിറ്റി ആൻഡ് കോഓപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനഫിറ്റ്, സമത്വവും പരസ്പര സഹായവും പുലർത്തുക. അടുത്ത പോയിന്റ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇതൊക്കെയായിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. We have already discussed the non-alignment movement formed during the post-Second World War period. അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിലൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നങ്ങളുടെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. Rather than affiliating to a power bloc, India took a stand evaluating the merits and demerits in international affairs. അതാണ് ചേരിചേരായ്മയിൽ ഉണ്ടായത്. അപ്പോൾ ഏകദേശം ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പം എല്ലാവരും നല്ലപോലെ പാഠം പഠിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്.